കുഞ്ഞാലിക്കുട്ടിയെ ശോഭാ സുരേന്ദ്രൻ കണ്ടു. ഒരു വിശ്വസ്തൻ മുഖേന കെ മുരളീധരനെയും സമീപിച്ചിരുന്നു. എന്നാൽ നീക്കം പാളിയെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ ശോഭ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്നും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് അറിയാമെന്നും നന്ദകുമാർ ആരോപിച്ചു. ഇതോടെ പ്രമുഖരെ തന്നെ വലയിലാക്കാൻ BJP ശ്രമിച്ചുവെന്ന ആരോപണമാണ് ദല്ലാൽ ചർച്ചയാക്കുന്നത്. എന്നാൽ CPM നേതാവിനെ കുറിച്ച് പറയുന്നുമില്ല. ഇതോടെ ശോഭയുടെ അടുത്ത പ്രതികരണം നിർണായകമാകും. 10 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ താൻ വാങ്ങിയത് ദല്ലാൽ നന്ദകുമാറിന് 8 സെന്റ് സ്ഥലം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ശോഭ പറഞ്ഞു. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് തങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ.